സൗആത്തിക്കും, സൂക്ഷ്മതയോടെയുള്ള വസ്ത്രം, ഔറത്ത് മറയുന്ന വസ്ത്രം. സ്ത്രീയാണോ മുഖവും മുൻകൈയും അവൾ മറക്കാൻ പാടില്ല. എന്നാൽ ഉലമാക്കൾ രേഖപ്പെടുത്തി മുഖം മറയ്ക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒരു സ്ത്രീക്ക് എന്റെ മുഖം മറ്റൊരാളെ കാണിക്കുന്നത് ഇഷ്ടമില്ല, അവൾക്ക് സ്വയം മറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾ മറച്ചോട്ടെ. ഒരിക്കലും നിങ്ങൾ അതിനെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അത് പറിച്ചു ചീന്തി മാറ്റാനോ നിങ്ങൾക്ക് അവസരമില്ല. എന്നാൽ ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടിയോട് നീ ആ മുഖം മറയ്ക്കണം എന്ന് നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ മുഖം മറപ്പിക്കാനും പാടില്ല. അതോടൊപ്പം തന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുട്ട് പൊക്കളിനിടയിൽ മറയേണ്ടതായിട്ടുണ്ട്. അവൻ ഇരിക്കുമ്പോഴാവട്ടെ അവന്റെ തുടഭാഗം കാണാൻ പാടില്ല. ഇന്ന് ചിലർ പറയുന്നത് പോലെ ബർമുടയല്ലേ, ആ ബർമുട ഇട്ടാ പോരെ എന്നൊക്കെ ചിന്തിച്ചേക്കാം. അതെല്ലാം തെറ്റ്, അതിടാൻ പാടില്ല എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷേ ഇരിക്കുമ്പോഴാണെങ്കിലും വാഹനപ്പുറത്താണെങ്കിലും തന്റെ ഔറത്ത് മറയുന്നുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകണം. ഒരിക്കൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബത്തിന്റെ കാലിന്റെ മുട്ടിന്റെ മേലെ കൽപ്പം തുണി മാറിപ്പോയി. തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, തുട ഔറത്ത, നീ അത് മറയ്ക്കണം. ആ സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു, ആ സൂക്ഷ്മത അങ്ങനെ ധരിക്കുന്ന ആളുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇന്ന് പല പെൺമക്കളും ചെയ്യുന്നത് പോലെ മക്കനെ ധരിക്കാൻ പഠിപ്പിച്ച തിരുദൂതൻ ആ മക്കന മാറുകളുടെ അവസ്ഥ തടയാൻ വേണ്ടിയാ ഓർമ്മപ്പെടുത്തിയത്. മുഖം മക്കനുകളുടെ ബാക്കിയായ തുണിക്കഷണം അവരുടെ മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിട്ട് ആ ശരീരത്തിന്റെ അവസ്ഥ പോലും അന്യ പുരുഷന്മാർക്ക് അവർ കാണിക്കാതിരിക്കട്ടെ. ഇന്ന് മുഖം മക്കനകളുണ്ട്, പല പെൺമക്കളുടെ മുഖത്തും മസ്തകളുണ്ട്. പക്ഷേ ധരിച്ചിരിക്കുന്ന ബനിയൻ ക്ലോത്തിനുള്ളിൽ ശരീരത്തിന്റെ അവയവങ്ങൾ അന്യ പുരുഷന്മാർക്ക് കാണുന്ന രീതിയിൽ, കഴുത്ത് പോലും വെളിവാക്കുന്ന രീതിയിലുള്ള ഒരു മസ്ത മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ ധരിക്കുന്നതോടൊപ്പം നിങ്ങളെ മാറുകൾ മറിക്കപ്പെടണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാന്യതയുണ്ടാവണം. പണ്ട് കാലത്തൊക്കെ നിര്യാണിക്ക് മേലെ വസ്ത്രം ധരിക്കാൻ പുരുഷന്മാരോടായിരുന്നു കൽപ്പിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് പല വീട്ടിലെ പെൺമക്കളുടെയും വസ്ത്രം നിര്യാണിക്ക് മേലെയാ, നിര്യാണിക്ക് മുകളിലാ. ആ സംവിധാനത്തിലേക്കും ആധുനികതയുടെ ജീവിത രീതിയിലേക്കും നമ്മളെ മക്കൾ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മളെ ജീവിതത്തെയും കർമ്മങ്ങളെയും അള്ളാഹു രേഖപ്പെടുത്തിയ ഇസ്ലാം എന്ന മതത്തെയും അവഹേളിക്കുന്നതാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം പുരുഷന്മാരായ മക്കളോടും വസ്ത്രം ധരിക്കുമ്പോ, നിങ്ങൾ അതിരിക്കുമ്പോ, നിങ്ങൾ സുജൂദിൽ പോകുമ്പോ ആളുകൾ കലോസരം ഉണ്ടാക്കാൻ പാടില്ല. ഇന്ന് പലരുടെയും പൃഷ്ഠഭാഗം മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നു, അടിവസ്ത്രത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നു. മറയ്ക്കേണ്ട പിൻഭാഗങ്ങളിൽ പോലും ആളുകൾ കലോസരം ഉണ്ടാക്കുന്ന വസ്ത്രം ഇന്ന് മക്കളുടെ ശരീരത്തിൽ കാണുന്നു. ഇതും അള്ളാഹുവിന്റെ ഹബീബ് വിരോധിച്ചു. ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു ചട്ടക്കൂടായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. മറിച്ച് ഒരു നല്ല മനുഷ്യൻ അവന്റെ വ്യക്തിത്വത്തോടുകൂടി മാന്യമായ വസ്ത്രം ധരിച്ചാൽ അവൻ എവിടെയും ഉയരപ്പെടും, അവന്റെ ജീവിതത്തിനൊരു ഇസ്സത്ത് ഉണ്ടാകും, അവനെ കാണുന്നവർക്ക് ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നും, അവന്റെ ജീവിത ശൈലി അതിനനുസരിച്ച് മാറിത്തുടങ്ങും. അതാഗ്രഹിക്കാത്തവരാണെങ്കിൽ മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ ജീവിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂവെങ്കിൽ അവർക്ക് വസ്ത്രമേതായാലും അവർക്ക് ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളാണെങ്കിലും ആ മാനസികാവസ്ഥയിൽ അവർ മുൻപോട്ട് പോകും.